ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു വെറൈറ്റി സ്ഥലത്ത്. ഞങ്ങൾ ഇപ്പൊ എറണാകുളത്താണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഞങ്ങൾ വലിയൊരു ട്രിപ്പ് പോവാണ്. പാണിയേലിപ്പോർ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ എല്ലാവരും ഉണ്ട്. ഭയങ്കര ചൂടാണോ, അടാരം ചൂടാണ്. അപ്പൊ ഞങ്ങള് അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പൊ എല്ലാവരും ഉണ്ട് വണ്ടിയിൽ. പെങ്ങന്മാര്, അമ്മ, അച്ഛൻ, അളിയന്മാർ എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പൊ പോകുന്ന വഴിക്കുന്ന കാഴ്ചകൾ, അവിടുത്തെ പൊളി സീനുകൾ നമുക്ക് കാണാം. ഓക്കെ, ഹായ് പറഞ്ഞു എല്ലാവർക്കും. ഹായ് എടുത്ത് പൊറോട്ട കാണിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നിന്ന് കാണാം. ഹായ്. ഹലോ, അപ്പൊ നമ്മള് പാണിയേലിപ്പോർ ഇക്കോ ടൂറിസ്റ്റ് സെന്ററിലോട്ട് എത്താറായിക്കുവാണ്. നല്ല കൊടും കാണാം കേട്ടോ. അങ്ങോട്ട് ആ സൈഡ് നോക്കി, മൊത്തം ഫെൻസിങ് ചെയ്തേക്കാണ്. ആന, കടുവ, പുലി തുടങ്ങി എല്ലാ വന്യമൃഗങ്ങളും വരുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് ആ കമ്പി വരി ഇട്ടേ കേട്ടോ. അപ്പൊ നമ്മൾ വണ്ടി ഇട്ടേക്കാണ്. നല്ല പക്ഷികളുടെ ശബ്ദം, നല്ല പക്ഷികളുടെ സൗണ്ട് കേട്ടോ കേട്ടോ കാരണം കേട്ടോ. ഇതാണ് കൊമ്പനാട് പാണിയേലി കണ്ടില്ലേ, പാണിയേലിപ്പോർ ഇക്കോ ടൂറിസം സെന്റർ. നമ്മളപ്പോ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. പോയി വണ്ടി എടുക്കാം. യാത്രകൾ എന്നും സുരക്ഷിതമാകട്ടെ. യാത്രക്കാർക്കും പ്രകൃതിക്കും പ്ലാസ്റ്റിക് കവർ. വണ്ടി എടുക്കാം. ഇതുണ്ടോ, പെട്രോൾ അടിച്ചിട്ട് പുള്ളി കറക്കാതെ പോയി കേട്ടോ. ബാപ്പോ പോലെ നല്ല തണൽ മരങ്ങളാണ്. വന്യായ തണൽ മരങ്ങളുടെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോവാണ്. കണ്ടില്ലേ വണ്ടികൾ, ബസ് കിടുന്ന ഇവിടെ ബസ്സിലാ അല്ലേ, അവിടെ ബസ് കിടാം. കാരണം നമ്മുടെ വണ്ടികൾ നമ്മൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് കൗണ്ടർ അവിടെ നിന്നാണ് വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയാണ് മറ്റേ. അപ്പോൾ വണ്ടി ആദ്യം അങ്ങോട്ട് പാർക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. പോട്ടെ ഇല്ലല്ലേ, ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി നമ്മൾ നേരെ അങ്ങോട്ട് കയറ്റിടാൻ പോകണം. ഇതുണ്ടല്ലേ ആൾക്കാരെല്ലാം നിൽക്കുന്നു. അളിയന്മാര്, പെങ്ങള്, പിള്ളേര്, അമ്മ എല്ലാരും കൊണ്ട് വണ്ടി അങ്ങോട്ടൊന്ന് കയറ്റിയിടട്ടെ. ഹലോ, അപ്പൊ ഞങ്ങൾ അങ്ങനെ പാണിയേലിപ്പോരിന്റെ അകത്ത് നിൽക്കുവാണ്. ഇതല്ലേ അകത്തല്ല, ഞങ്ങള് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാവരും നിൽക്കുവാന്നല്ലേ. ചേട്ടാ ഹായ് പറഞ്ഞേ. അവിടെ എല്ലാവരും ഉണ്ട്. ഇതുണ്ട് അമ്മ ഉണ്ട്, അമ്മയുണ്ട്, അമ്മമാരുണ്ട്, വൈഫുണ്ട്, പെങ്ങന്മാരുണ്ട്, പിള്ളേരുണ്ട്, അളിയന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതല്ലേ നല്ല അടിപൊളി കാടാട്ടോ ഇവിടെ കാണിക്കാമേ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. ഇവിടെയാണ് നമ്മൾ വണ്ടികൾ പാർക്ക് ചെയ്യുന്നത്. എൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ വേറെ കാട്ടോട് കയറും കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. നല്ല മൊത്തം ഇരുണ്ട് മൂടിയ കാടാണ്ടല്ലേ. മൊത്തം വള്ളിപ്പടപ്പുകളിൽ കൂടെയും ഒരു സെക്യൂരിറ്റി ആണ് ഇപ്പം ഉണ്ട് കണ്ടോ. കണ്ടല്ലേ, ഇങ്ങനെ കൊടും കാട്ടി കൂടെ നമ്മൾ ഇങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് പാണിയേലിപ്പോർ വെള്ളച്ചാട്ടത്തിനെ അങ്ങോട്ട് പോകാം. ഓക്കെ, റെഡി. ഇതുണ്ട് നമ്മളപ്പോൾ അങ്ങനെ ഇതുണ്ടല്ലേ നമ്മൾ. ചേട്ടാ ഞാൻ എടുക്കാം, നിൽക്കുക, ഞാൻ സ്കാൻ ചെയ്യാം. കാരണം നമ്മൾ ഇവിടെ നിന്നാണ് ഇപ്പം ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് ടിക്കറ്റ് ഉണ്ട്. പാണിയേലിപ്പോർ സ്വാഗതം എഴുതിയിട്ടുണ്ട്. ചേട്ടാ ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ ഹാപ്പി ന്യൂ ഇയർ 2025 എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ചേട്ടൻ വകയുണ്ട്. അപ്പൊ ഞങ്ങൾ പോയി ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു. അതായത് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് 50 രൂപ, കുട്ടികൾക്ക് 10 രൂപ, 12 വയസ്സിന് മുകളിലുള്ളവർക്ക് 10 രൂപ, പിന്നെ വിദേശികൾക്ക് 200 ആണോ, 200 രൂപ, വിദേശികൾക്ക് 200 രൂപ. ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് 100 രൂപ, പിന്നെ വെഡിങ് ഫോട്ടോഗ്രാഫിക്ക് 500 രൂപ, വീഡിയോ ക്യാമറയ്ക്ക് 500 രൂപയാണ്. അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് നേരെ പോകട്ടോ. അകത്തോട്ട് കണ്ടേ കയറുന്നിടത്ത് പാണിയേലിപ്പോരിലേക്ക് സ്വാഗതം എന്നുള്ളൊരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നേരെ ഐതിഹ്യം അറിയത്തില്ല എന്നാ ഐതിഹ്യം. ഇതെന്നെ ഐതിഹ്യം ഞങ്ങൾ അളിയും പറഞ്ഞില്ല. പാണിയേലി പണ്ട് വന്നെന്നൊക്കെ പറയുമ്പോൾ അത് പാണിയെന്ന് പറഞ്ഞ ഇവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ വനം പിന്നെ കാട് കൈയേറി മൊത്തത്തിൽ പിടിച്ചെടുത്തവര്. അങ്ങനെയാണോ? അവര് സർക്കാരുമായിട്ട് ഒത്തിരി പോറുണ്ടാക്കിയിട്ടാണ് അവര് സർക്കാർ പറയുന്നത് മേടിച്ചത്. അങ്ങനെയാണ്. അങ്ങനെ അതെന്നാണ് പാണിയേലിപ്പോർ എന്ന് പേര് വന്നേക്കുന്നത്. പാണിയേലി ചെയ്ത ആൾക്കാർ ചെവിക്കലടിച്ച് വിളിക്കുന്നത്. ചുമ്മാ
അതായത് ഇതിന്റെ പേര് പാണിയേരി എന്നുള്ള പേര് വരാൻ കാരണം വെച്ചാൽ പാണിയേലിപ്പോര് എന്നുള്ള പേര് വരാൻ കാരണം പാണിയേരി എന്ന് പറഞ്ഞ മരമാണ് ഇവിടെ മൊത്തം. അപ്പൊ ആ മരങ്ങൾ 3 സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പൊ ആ വെള്ളങ്ങൾ നമ്മൾ കൂട്ടിയിടിച്ച് വേരുകൾക്കിടയിൽ നിന്ന് കൂട്ടിയിടിച്ച് പോരുണ്ടാകും. അതുകൊണ്ടാണ് പാണിയേലി പോരെന്ന് സ്ഥലത്തിന് പേര് വന്നത്. ഓക്കെ, മനസ്സിലായി കാണും വിചാരിക്കുന്നു. നമ്മുടെ ബാഗുകളെല്ലാം ഇവിടെ ചെക്ക് ചെയ്യണം ഫസ്റ്റില്. നമ്മുടെ ബാഗ് എന്ത് പ്ലാസ്റ്റിക് കവറുകൾ എന്തെങ്കിലും ഉണ്ടോന്ന് അവരൊന്ന് കാണിക്കണം. അതിനുശേഷം ഒന്ന് കാണിക്കട്ടെ. കേട്ടില്ലേ, ബാഗുകളൊക്കെ ചെക്ക് ചെയ്യുവാണ്. പ്ലാസ്റ്റിക് കവറിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ബാഗുകളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, എല്ലാം ചെക്ക് ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് ഭാഗത്തോട് വരുമ്പോൾ നിങ്ങൾ കാണിച്ചു. എടാ ചേട്ടൻ ഹായ് പറഞ്ഞു. യൂട്യൂബില് ചേട്ടൻ വരുന്നു. എല്ലാവരും ഹായ് പറഞ്ഞു. ഞങ്ങൾ യാത്ര തുടങ്ങി. വേണ്ട അതിൻ്റെ എല്ലാവരും ഉണ്ട്. ഹായ്. നല്ല കൊടും കാട്ടുകൊടും. ഹായ് പറഞ്ഞേ. ആ ഹായ് ഹായ്. അതിന്റെ അമ്മയുടെ വാ ഹായ്. ഹായ് 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 ഹായ്. അയ്യോ, അമേരിക്കൻ അമ്മായിയാണ്. എന്നെ ആ അതെ അതെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണിക്കാം. കൊടും കാടാട്ടോ. ഒരു സൈഡില് റബ്ബർ തോട്ടമാണ്. കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്ക് വേണ്ടേ വേണ്ട നല്ല ഈ മരത്തിന്റെ കാര്യമാണ്. ഈ മരത്തിന്റെ ഞാൻ തോന്നുന്നു ഇതല്ല അവിടെ പോകുമ്പോൾ അവിടെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഒരുമാതിരി പാണിയേലി എന്ന് പറയുന്ന ഒരു വേരോ മരം എന്തുകൊണ്ട് മരങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ആ മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് വെള്ളം ഒഴുകി വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വെള്ളം ഒഴുകി വരുന്നത്. ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പോര് നടന്നുകൊണ്ടാണ് നിൽക്കുന്നതുകൊണ്ടാണ് പാണിയേലി പോര് എന്ന് പേര് വന്നത്. പോകുന്ന വഴിക്ക് ചെറിയൊരു കട ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ കുലിക്ക് സർബത്ത് തുടങ്ങി എന്തെങ്കിലും. അല്ല, അവിടെ തിരുമുണ്ട് കടയുണ്ട്. പ്ലാസ്റ്റിക് സാധനങ്ങൾ നമ്മളിപ്പോ കുപ്പി കൊണ്ടുപോവാണെങ്കിൽ ആ കുപ്പി അതേപോലെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൗണ്ടറിൽ നിന്ന് 10 രൂപ തരും. കുപ്പി നമ്മൾ അവിടെ ഇട്ടിട്ട് പോകാൻ പാടില്ല. അതാണ് അതിനെ നമ്മളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി അവര് നമ്മൾ കുപ്പി തിരിച്ചു കൊണ്ടു തന്ന 10 രൂപ അവർ തരും. തീർച്ചയായും. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ആ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എനിക്ക് യൂട്യൂബ് ഇടാനായിട്ടേ ഒരു സെയിം ഡ്രസ് കോഡ് ആകാൻ പോകുന്നുണ്ട്. ഒരേ കളറിൽ ഡ്രസ് ചെയ്യാൻ എന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഓടിയോ. റബ്ബർ തോട്ടം, നല്ല റബ്ബർ. ഒരു സൈഡ് മൊത്തം റബ്ബർ തോട്ടം കേട്ടോ. ഒരു സൈഡ് ഫുള്ള് റബ്ബർ തോട്ടം. പിന്നെ ചെല്ലുന്നിടത്ത് നല്ലൊരു നമ്മുടെ ഊഞ്ഞാലുണ്ട് കേട്ടോ. നല്ല അമ്മയുടെ ഊഞ്ഞാല് അപ്പുറത്ത് ഊഞ്ഞാലുണ്ട്. നല്ല കിടക്കാച്ചി നല്ല ഊഞ്ഞാലുണ്ട്. നമുക്ക് അത് കയറി ഊഞ്ഞാലാണ് പൊളിയാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാട്ടിലോട്ട് നോക്കണം. വല്ല കാട്ടുമൃഗങ്ങൾ വരുന്നുണ്ടോ നോക്കാം. എന്നാൽ അവർ പുറകെ വരുന്നുണ്ട്. ഇവിടെ ഊഞ്ഞാല് ആ പോകുന്ന ഊഞ്ഞാലുണ്ട്. ഈ ജംഗിൾ കഫേ, ഇതാണ് ജംഗിൾ കഫേ. മരത്തിനുള്ളിലെ കഫേ. ഇൻഫർമേഷൻ സെന്റർ. നമുക്ക് പോകുന്നവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ കിട്ടും. സർക്കാരിന്റെ വകുപ്പിന്റെ ഇൻഫർമേഷൻ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചാൽ അവർ നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് വരുമ്പോൾ ഫുഡ് കഴിച്ചാണ് ഇവരുടെ വീടിന്റെ മിറ്റത്ത് ആന ഇറങ്ങുന്ന വലിയ വീടുണ്ടോ ഈ വീടുണ്ടോ? ഇതെല്ലാം ആന വരുന്ന എന്ന് പറയുന്നത് ഊഞ്ഞാലാണിത്. നമ്മൾ പറഞ്ഞ ഊഞ്ഞാലാണിത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഊഞ്ഞാലാണ്. സ്ഥലം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കാണാനും ഊഞ്ഞാലാടാനും ഉണ്ടാകും. പറഞ്ഞ ഊഞ്ഞാൽ ഊഞ്ഞാല് ഓക്കെ ഓക്കെ. നമുക്ക് ഊഞ്ഞാലോ നമുക്ക് എന്നോട് നിക്കോ. എടാ നീ ഊഞ്ഞാലാ വേണ്ടേ. അങ്ങനെ ഞങ്ങള് വന്നിട്ട് ഊഞ്ഞാൽ നാടിയൊക്കെ വെച്ചു. നല്ല വലിയൊരു പ്ലാവിന്റെ മണ്ടൊരു ഊഞ്ഞാലുണ്ട്. അടുത്തൊരു കൊച്ചാണ് ആടുന്നത്. ഞങ്ങളുടെ കുഞ്ഞിനാടുവാണ് ഊഞ്ഞാല്. ആ പിടിച്ചോ പിടിച്ചോ. ഞാൻ അടുത്ത ആളാടാൻ പോണേ. ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ.
ഇതുണ്ടല്ലേ ഈ പോകുന്ന വനത്തിൽ കൂടെ ഫുള്ളി ഫെൻസിങ് ആണ്. ഇതല്ലേ വേറെ കാട്ടുമൃഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി, നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി മൊത്തം ഇതല്ലേ കറണ്ട് കമ്പികൾ ഇങ്ങനെ വലിച്ചേക്ക് വേണ്ടോ. ഫുള്ള് കറണ്ട് കമ്പിയാണ്. ഇതുണ്ടല്ലേ ഫുള്ള് കറണ്ട് കമ്പി ഇങ്ങനെ തൂക്കിയിട്ടൊക്കെ വേണ്ടോ. ഞങ്ങളിങ്ങനെ ഇവിടെ ആന ഉണ്ടായിരുന്നു അവർ പറഞ്ഞിട്ട്. ഇപ്പോൾ വന്നിട്ട് പറഞ്ഞാൽ ആന ഉണ്ടായിരുന്നു. കൊടും കാട് കേട്ടോ, ഭയങ്കര കാട് കേട്ടോ. ഫുള്ള് കമ്പി വേലി ഇട്ടത്. അതിൻ്റെ ഒരു ബലത്തിൽ നമ്മൾ പോണത് അല്ലേ. ഞങ്ങൾ പണ്ട് വന്നപ്പോൾ ഇങ്ങനെ ഈ കൽപ്പടവുകളൊന്നും ഇല്ലായിരുന്നു, ചുമ്മാ മണ്ണായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ പണിയിട്ട് വന്നു നമ്മളിങ്ങനെ പോവാണ്. പോയിരുന്നോ? വാ. ഫുള്ള് ഇങ്ങനെ ഫെൻസിങ് ഇട്ടേക്കുവാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് നമുക്ക് കടയിൽ മറ്റേ ആറ് ഒഴുകുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. അതുകൊണ്ട് നേരെ ആറ് ഒഴുകുന്നുണ്ട്. ഇതേണ്ടേ നമ്മുടെ പാണിയിൽ പോയി വെള്ളം ഒഴുകുന്ന ഇതല്ലേ, അതുപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇതല്ലേ ഇതുണ്ടോ ഫുള്ള് ഇതല്ലേ ഉണ്ടല്ലോ. ഇതാണ് ഫുള്ള് വേരുകൾ കേട്ടോ, ഫുള്ള് വേരുകളാണ് എവിടെ തിരിഞ്ഞാലും മരത്തിൻ്റെ. ഇത് വേരല്ല, അതിൻ്റെ വള്ളി കേട്ടോ. ഫുള്ള് ഇങ്ങനത്തെ വള്ളികളാണ്. ഇതല്ലേ നിലത്തോട്ട് നോക്കിയേ, ഈ പോഴി മണ്ണാണ് മൊത്തം. പോഴി മണ്ണ് ഈ കടലിലെ വെള്ളം, കടലല്ല ഈ ആറ്റിലെ വെള്ളം ഇങ്ങോട്ട് കയറിയിട്ട് അതിൻ്റെ ഇങ്ങനെ മൊത്തം മണ്ണും ചെടിയിലാണ് പൂണ്ട്. നമുക്ക് ഇവിടെ തൊട്ട് ഈ വെള്ളം കാണാൻ പറ്റുന്നുണ്ട്. നല്ല കിടുക്കാച്ച വ്യൂ കേട്ടോ. മൊത്തം കൊടും കാടാണ്. കൊടും കാടിൻ്റെ അകത്താണ് ഈ വെള്ളം. സിനിമ ഷൂട്ടിങ്ങിൻ്റെ മെയിൻ ലൊക്കേഷൻ ആയിരുന്നു നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇനി ഇവിടെ വേറെ ഒരു സെറ്റപ്പ് കാണാനുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറുമാടമുണ്ട്. വലിയൊരു മരത്തിൻ്റെ മണ്ടൊരു ഏറുമാടമുണ്ട് കേട്ടോ. ഇതല്ലേ അങ്ങോട്ടാണ് ഞാൻ കാണിക്കാൻ. കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട്. സെറ്റപ്പാണ്. നല്ലൊരു ടണൽ. നമ്മുടെ ഈ ടൗണുകളിൽ നിന്നൊക്കെ ഒന്ന് മാറിയൊരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ വരാണെങ്കിൽ ഇവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകാം. ഇതല്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വേറെ വേറെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് വെള്ളത്തിൻ്റെ ഫുൾ വ്യൂസ് നമുക്ക് വന്നിട്ട് കാണുന്നിട്ട് തുടങ്ങും. ഇതല്ലേ നല്ല ഒരുപാട് വെള്ളം അനങ്ങാൻ, വെള്ളത്തിന് അനക്കൊന്നുമില്ല. അങ്ങൊരു പോത്ത് കിടപ്പുണ്ട്. കാട്ടുപോത്താണ് അറിയില്ല. അത് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ കാണാനായിട്ട്. ഒരു കട ആയതുണ്ട്. നമ്മുടെ ഏറുമാടത്തിൻ്റെ കാഴ്ച നമുക്ക് ഇവിടെ മുതൽ നമുക്ക് ഏറുമാടം. ഇതാണ് ഞങ്ങൾ ഇതല്ലേ, ഇതാണ് നമ്മുടെ ഏറുമാടം അല്ലേ. ഇതാണ് ഏറുമാടം. ഒരാൾ കയറാൻ പോണേ, കുറേ ആൾക്കാരെല്ലാം കയറാൻ പോവാണ്. നമുക്ക് അവർ കയറിയതിന് ശേഷം കേട്ടോ. വേണ്ടേ നല്ല വ്യൂ ആയിട്ട് അല്ലേ. ഞങ്ങൾ പണ്ട് വന്നപ്പോൾ ഒരുപാട് വെള്ളമുണ്ട്, നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം വെള്ളത്തിൻ്റെ ശക്തി കുറഞ്ഞു, ഒഴുക്കിൻ്റെ ശക്തി കുറഞ്ഞു. ഇതല്ലേ അങ്ങ് കിടക്കുവാണ്. പാറകളിൽ തട്ടി അങ്ങ് പോവാണ് വെള്ളം. ഒരു പിരിക്കാനായിട്ടുള്ള ചെയറുകളെല്ലാം ഉണ്ട്. വേണ്ടേ പിള്ളേർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മണൽ കണ്ടു കഴിയുമ്പോൾ, ഈ മണ്ണ് കണ്ടു കഴിയുമ്പോൾ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. കണ്ടില്ലേ എവിടെ മേ ഏത് അവരിറങ്ങി കയറിയിട്ടെ. ഏറുമാടത്തെ കയറാൻ പോകണം. ഫസ്റ്റിൽ ഞാൻ കയറാൻ കേട്ടോ. ഒരു കാലിടറിയാ നമ്മൾ നേരെ തല. അയ്യോ താണ്ട ഇപ്പം കയറുന്നു. ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്ന അറിയാൻ പറ്റും. നമ്മുടെ മൈനർ കരടി കയറി പോകത്തില്ലേ. കരടി കയറി നമ്മുടെ കലാഭവൻ കരടി ഉണ്ടോ. അങ്ങനെ നമ്മള് ഏറുമാടത്ത് കയറി. വല്ല പാമ്പുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ വല്ല ഇല്ല, പാമ്പുണ്ട്. ഇതിന് പടക്കോ പറയാതെ പടക്കം ചുറ്റിക്കുന്നത്. അതെ ചേട്ടൻ ഏറുമാടത്ത് ചേട്ടൻ എന്നാ തോന്നേ? വളരെ നമ്മളെ പഴമ ഇതൊക്കെ വന്നൊരു ഫീല്. ശരിയാ, പണ്ട് കാലത്ത് ആൾക്കാരെങ്കിലും അല്ലേ ഏറുമാടത്തിലൊക്കെ ഫുൾ സൈസില് ഏറുമാടത്തിൽ കയറി കണ്ണാടി വെച്ചോട്ടെ. എങ്ങനെ ഇരിക്കുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടൊരു വേറെ ഒരു അനുഭൂതി. കാരണം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല വ്യൂ ആണ്. നമ്മുടെ ഈ പാണിയേലി പോകുന്ന വെള്ളത്തിന്റെ ആ ഒരു ബ്യൂട്ടി കാണണമെങ്കിൽ ഇതിന്റെ മണ്ട നിൽക്കണം, നന്നായിട്ട് കാണാം. പണ്ട് വെള്ളപ്പൊക്കത്തിൽ ഈ സംഭവം എനിക്ക് തോന്നുന്നതാണ്. വെള്ളം നന്നായിട്ട് ഇവിടെ കയറി വന്നിട്ടുണ്ടോ അല്ലേ. അതിൻ്റെയൊക്കെ വേസ്റ്റ് അടിഞ്ഞേക്കുന്നത് വെള്ളം കയറുന്ന പാട്. നമുക്ക് 5 മണി വരെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. 5 മണി കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യും. പിന്നെ ആരും കയറാൻ പറ്റത്തില്ല ഇവിടെ. പിന്നെ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന സ്ഥലമായിട്ട് മാറും. അടിപൊളി. കൊള്ളാം പോണേ. ഓടിക്കോ കയറി.
അവർ കെട്ടണല്ലേ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഹലോ ഒന്നും പറയാൻ വയ്യ, ചൂട് കാരണം ബോധം കിട്ടിയിരിക്കും. ബോധമൊക്കെ വേർത്തില്ല. സൂക്ഷിച്ചും കണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ സൂക്ഷിച്ചും കണ്ട് നമ്മൾ നോക്കിക്കൊണ്ട് നടന്നില്ലെങ്കിൽ കുണ്ടി അടിയോടെ വീഴും. മൊത്തം പാറക്കൂട്ടങ്ങളുടെ നടുക്കൂടുള്ള യാത്ര. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ആരോമാർ ആ ചേട്ടാ ഞാൻ വന്നപ്പോഴേ പട്ടേ ഒരു പട്ടീനെ കിട്ടിയില്ലേ, ഒരു പട്ടീനെ കിട്ടിയില്ല ഇവരില്ല. ദുർഘടമായ വഴി ശബരിമല പോകുന്ന പോലെയാ. അവിടെ കണ്ടില്ല എത്രയില്ല ചേട്ടൻ മനസ്സിൽ പറഞ്ഞു പണ്ടാറാണ് അങ്ങനെ വീട്ടിലില്ല. അയ്യോ നടന്നൂപ്പാട് നടന്നൂപ്പാട് മടുത്തോ ഉള്ള മണ്ണല്ല നിന്നിട്ട് നമ്മൾ ഈ പോകുന്ന വഴിക്കാട്ട് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ നമുക്ക് വെള്ളത്തിനെ കുളിക്കാനൊക്കെ പറ്റും. അവിടെ മാത്രം നമുക്ക് അലോട്ട് കുളിക്കാനായിട്ട്. കാരണം ഈ പോകുന്ന വഴിക്ക് എല്ലായിടത്തും ഗാഡികൾ നിൽക്കുന്നുണ്ട്. അപ്പം അവർ നമ്മൾ ഇവിടെ എങ്ങനെ ഇറങ്ങുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ മൊത്തം ഇങ്ങനെ കമ്പി വഴി വെച്ചിട്ടേക്കുന്നു. അതൊക്കെ ഇട്ടിട്ട് അപ്പം നീന്താൻ പറ്റുന്നു, കുളിക്കാൻ പറ്റുന്ന ഭാഗം അവിടെ. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. പോകുന്ന വഴി നമ്മൾ നല്ല ഇരുണ്ട് മൂടിയ കാട്ടിക്കൂടെയാണ് പോകുന്നത്. ഫ്രണ്ട്സ് ഇതുണ്ടോ, ഇത് സ്വർഗമാണോ? സ്വർഗം സ്വർഗം. ഇതുണ്ടോ പൊളി സ്ഥലം കേട്ടോ, നല്ല ഇതുണ്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടി. ഇതുണ്ടോ നമുക്കിവിടെ ചേട്ടാ ഹായ് പറയും. ഇതുണ്ടോ ഇതുണ്ടോ പിള്ളേർക്കൊക്കെ ഇവിടെ ഒരു നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഇവിടെ മാത്രം നമുക്ക് ഇങ്ങോട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ ആൾക്കാർ വിളിക്കുന്നുണ്ടോ. ഇതുണ്ടോ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. കേട്ടോ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. ചേട്ടാ ഹായ് പറയും. നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. സൂപ്പർ പ്ലേസ്. ഇതുണ്ടോ അങ്ങ് വരുന്നു. അങ്ങ് വരെ ഈ കല്ലും കൂടെ വരെ കല്ലേരി ഇങ്ങനെ പൊക്കി 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 ഇട്ട് വെച്ചിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ചാടുകയോ മറിയോ എന്ത് വേണം ചെയ്യാം അവിടെ വെള്ളത്തിൽ. ചാടിക്കും. ഫ്രണ്ട്സ് അങ്ങനെ നമ്മള് പാണിയേലി പോരി വന്ന് കുളിച്ച് ആറുമാതി ചെല്ലായിരുന്നാണ്ടേ ചെരുപ്പൊക്കെ കൂടി കൈ പിടിച്ചേക്കാണ്. എല്ലാവരും അടിച്ച് പൊളിച്ചു. അല്ലടാ എൻജോയ് ചെയ്യില്ലേ? അടിപൊളിയായിരുന്നോടാ. എല്ലാവരും വെള്ളത്തിൽ ചാടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ തുള്ളി ചാടുന്ന കണ്ടിട്ട് ചാടി മറിയുമായിരുന്നു. അങ്ങനെ ഞങ്ങള് അമ്മ അടിപൊളിയാണോ? അടിപൊളി. അതുകൊണ്ട് എല്ലാവരും വാല വരുന്നുണ്ട്. അടിപൊളിയാണോ? സൂപ്പർ സൂപ്പർ. അടിപൊളിയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ എല്ലാവരും വെള്ളത്തിൽ ചാടി മറിഞ്ഞ് പോവാണ്. ഇനി ഡ്രസ്സൊക്കെ ഒന്ന് പിഴിഞ്ഞെറിയണം. പിന്നെ ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ പോവാണ്. പറഞ്ഞ എങ്ങനെയാണ്? നല്ല സുവർണ്ണ നിമിഷങ്ങളായിരുന്നു. സുവർണ്ണ നിമിഷങ്ങളായിരുന്നു. അതില്ല അതില്ല നനഞ്ഞ് കുളിച്ചല്ലേ. മൊത്തം മണ്ണാണ് ഇതിന്റെ. മണ്ണിൽ കുളിക്കാൻ മണല് പൊടിമണല്. ഇനി ഞങ്ങൾക്ക് ചോറാണ് കേട്ടോ. ഞങ്ങൾ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ. നല്ല പൊതിച്ചോറാണ് കേട്ടോ. ആ ഒരുപാട് കറികളൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പൊ ഞങ്ങൾ കാണിക്കാം. ഞങ്ങൾ നേരെ കാട്ടിക്കൂടി നടന്നു പോവാണ് കേട്ടല്ലേ. കാണിക്കാം. അമ്മ കൈ അത് പിടിക്കാം. അമ്മ പിടിക്കാം. പാലാണ് കാര്യം ഇതുണ്ടല്ലേ. എങ്ങനെയായിരുന്നു?
സൂപ്പർ ആയിരുന്നു. സൂപ്പർ. നമ്മുടെ പാണിയിൽ പോലുള്ള യാത്ര അടിപൊളിയാണ് അല്ലേ? അടിച്ച് 6 മാച്ച്. കാരണം വെച്ചാൽ നല്ല സൂപ്പർ വെള്ളമാണ്. എക്സ്ട്രാ ഡ്രസ്സും കൂടി ആ കൊണ്ടുപോകണം. കുളിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. ഇവിടെ കുളിക്കാനായിട്ട് നല്ല സേഫ്റ്റി ഉള്ള വെള്ളമാണ്. കാരണം വെച്ചാൽ കുഴിയിലോട്ട് വീഴുന്നുള്ള ഇതോ തന്നെ ഗാർഡ്സുകളുടെ ഉണ്ട്, ഗാർഡുകളുണ്ട്. സൂക്ഷിച്ചിറങ്ങാം. നമ്മളെ അല്ല അതിനില്ല, പേടിക്കുന്ന കാര്യമില്ല. കുഴിയൊന്നുമില്ല, നല്ല നിരപ്പായ കുഞ്ഞു കുഞ്ഞു കുഴികൾക്കകത്ത് ഇങ്ങനെ വെള്ളം കിടക്കുന്നു, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അതിന് ഇറങ്ങി ആർമാദിക്കും. ഇഷ്ടമാകുമ്പോൾ ആൾക്കാരാണ് വരുന്ന എല്ലാവരും വെള്ളത്തിൽ ചാടിയിട്ടേ പോകുള്ളൂ. അപ്പോൾ എൻജോയ് ചെയ്യാനായിട്ട് ഒരു നിങ്ങൾക്ക് ഇവിടെ വരാം. സ്ഥലത്തിൻ്റെ പേര് പാനിയേലി പോരും. നമ്മളിങ്ങനെ തിരിച്ചു പോവാണ്. ഇതുണ്ട് കാട്ടുകളിൽ കൂടി ഇങ്ങനെ. അതെ, ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നാണ് വന്നത്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുക കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറ് കറികളും എല്ലാമാണ്. ഇത് കണ്ടില്ലേ, നല്ല മീൻ വറുത്തത്, സാമ്പാർ, പുളിശ്ശേരി ഉണ്ടായിരുന്നു, അച്ചാറുണ്ട്, നല്ല നമ്മുടെ അച്ചിങ്ങാപ്പയർ തോരൻ, നല്ല കുത്തരി ചോറ്. അപ്പോൾ എല്ലാവരും അവിടെ കഴിക്കുവാണെങ്കിൽ കഴിക്കാം. ഇതുണ്ട് ഫുഡ് മേടിക്കൂ. ഇതുണ്ട് ആൾക്കാർ മേടിച്ചോണ്ട് വരുന്നു. ഓരോരുത്തർ പാഴ്സൽ മേടിക്കുന്നു. ഇനി ഞങ്ങൾ വണ്ടിക്കകത്തിരുന്ന് ഇതുണ്ട് കുഞ്ചപ്പ കഴിച്ച് കാണിച്ചേ. ഇതുണ്ട് ഓരോരുത്തർ വരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ബാക്കി വിശേഷങ്ങൾ പുറകെ വരുന്നതായിരിക്കും. ബൈ ബൈ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. നല്ല മീൻ വറുത്തത്, സാമ്പാർ, തോരനുണ്ട്, നെല്ലിക്ക അച്ചാർ, കുത്തരിച്ചോറ്, മോരുണ്ടോ?